ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല അലങ്കോലമായിട്ടുണ്ട് അടുക്കള. ഒന്നാമത് ഡെലിവറി ആയതിന് ശേഷം പിന്നെ ഈ ഭാഗത്തേക്ക് വരുന്നില്ലല്ലോ. അതിൻ്റെ മുന്നേ ആയാലും റെസ്റ്റും കാര്യമൊക്കെ ആയതുകൊണ്ട് വല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ആദ്യം തന്നെ ഈ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ മറ്റേ അടുക്കളയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് കുറച്ചൊക്കെ സിങ്കിലിട്ടിട്ടുണ്ട്. കുറച്ചല്ല, എല്ലാ പാത്രങ്ങളും കഴുകുന്നുണ്ട്, കുറേശ്ശെയാണ് കഴുകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചുമരുകളൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിട്ടോ. ശരിക്കും ഇത് ഞാൻ തുടച്ചെടുക്കാറേ ഉള്ളൂ, പക്ഷെ ഇത് നല്ല അഴുക്ക് പിടിച്ചത് കാരണം ചുമരൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തു. ഞാൻ അടുക്കളയിൽ ക്ലീനിങ് ചെയ്യാൻ വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ശീലം മാറ്റും, എന്നിട്ട് പുതിയ ശീലം എടുക്കും, എന്നിട്ടാണ് ക്ലീനിങ് തുടങ്ങുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് പാത്രം വെക്കുന്ന അതാണ് അത് അതിൽ തന്നെ ഫിക്സ്ഡ് ആണ്. പക്ഷേ എനിക്കെന്താ കഴുകാൻ നല്ല കംഫർട്ടായിട്ട് തോന്നി. ഞാൻ കഴുകാൻ എടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ചൊരു ഇതിന് കഴുകിയാൽ വൃത്തിയാവുമെന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കാരണം അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മോൻ എഴുന്നേൽക്കുന്നുണ്ട്. മോനാണ് തീരെ ഉറക്കില്ല. ഒന്നാ പറഞ്ഞിട്ട് കാര്യമില്ല, 2 മാസമല്ലേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ വാശി പിടിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം വൃത്തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഈ ഭാഗം മൊത്തമായിട്ട് ക്ലീനാക്കി. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വൃത്തിയാക്കണം. അപ്പോൾ ഈ സ്വിച്ച് ബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾ ഓരോ കൈ കൊണ്ടൊക്കെ തൊട്ടിട്ട് വളരെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അവിടെയും ക്ലീനാക്കി എടുത്ത്, പിന്നെ ഈ എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല, ഈ ഒരു കമ്പി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. പെയിൻറ്റും പണി കഴിഞ്ഞിട്ട് 2-2.5 മാസമേ ആയിട്ടുള്ളൂ, പക്ഷെ എന്നാലും പൊടികളുണ്ട്. അപ്പം ഇനി ഈ കബോർഡിൽ ഈ ഒരു ബോക്സാണ് ഞാൻ വെക്കാറ്. അതായത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനം പെട്ടെന്ന് അവകോവാതൊക്കെ അതിൽ വെക്കും, എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് പാത്രത്തിലേക്കൊക്കെ ഇടാറാണ്. അപ്പോൾ ഒന്നായിട്ട് പരന്ന് കിടക്കില്ലല്ലോ. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാൻ തുടങ്ങുകയാണ്. പാത്രം ഞാൻ പറഞ്ഞല്ലോ വെണ്ണൂറ് ഇട്ടിട്ടാട്ടോ കഴുകുക. കാരണം ഒരു തെളിച്ചം വരാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ആ വിമ്മോ മറ്റുള്ള സോപ്പോ ഒന്നും ഇട്ടാലും ഒരു തെളിച്ചം തോന്നില്ല. ആഴ്ചയിൽ 1-2 വട്ടം ഇങ്ങനെ വെണ്ണൂറിട്ട് ഞാൻ കഴുകാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വൃത്തിയായി കിട്ടാറുണ്ട്. നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ. ഒന്നാമത് തീരെ നമ്മൾ എടുക്കാതായിട്ടുള്ള ആ ഒരു ഇതും, പിന്നെ ഉമ്മാക്കാണെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ക്ലീനിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറുങ്ങനെ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആളല്ലേ. അപ്പം അധികം തലകുനിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സൈഡത്തെ പാത്രം ഞാൻ ക്ലീനാക്കി അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാത്രങ്ങളും കഴുകിയാണ്ട് ഇങ്ങനെ ഒതുക്കി പെറുക്കി അപ്പുറത്തെ അടുക്കളയിൽ വെച്ചതാണ്. കാരണം ഉണങ്ങാതെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 2 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ സമയം 6 മണി ഒക്കെ ആയി. ഒന്നാമത് അതിൻ്റെ ഇടയിൽ മോൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകലും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ചവിട്ടിയൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ മനസ്സിന് ഭയങ്കര സമാധാനം. അടുക്കള വൃത്തിയായാലല്ലേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുക. കാരണം പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് അടുക്കള വൃത്തിയാക്കിയാൽ തന്നെ ഒരുപാട് ജോലി കഴിഞ്ഞ പോലെയാണ്. എനിക്ക് ഭയങ്കര സമാധാനം തോന്നി. അപ്പോൾ കുറേയൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ചവിട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറേയല്ല, മാക്സിമം നല്ലവണ്ണം വൃത്തിയായി. അപ്പോൾ പിന്നെയും പറയണം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്.